അഖിൽ പി ധർമ്മജന്റെ പ്രശസ്ത നോവലായ റാം കെയർ ഓഫ് ആനന്ദിയിലെ ട്രാൻസ്ജെൻഡർ കഥാപാത്രമായ മല്ലിയെ അവതരിപ്പിച്ചുകൊണ്ട് നാടോടി നൃത്ത വേദിയിൽ ഒരു വ്യത്യസ്തനാവുകയാണ് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ. എന്താണ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു തീമുമായി എത്താൻ കാരണം? ഇത് പെട്ടെന്ന് എൻ്റെ മാഷായ മഹേഷ് മാഷിൻ്റെ ഫ്രണ്ടാണ് സോനു, അഡ്വക്കേറ്റ് സോനു ശ്രീകുമാർ മാഷ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീമുണ്ട്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഞാനിപ്പം CBSE-യിലായിരുന്നു ഇത്രയും നാളും, പെട്ടെന്ന് ഇപ്പം സ്റ്റേറ്റിലേക്ക് മാറിയപ്പം എന്തുകൊണ്ട് വെറൈറ്റി ചെയ്തുകൂടാ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്നുകൂടെ വെറൈറ്റി ചെയ്തുകൂടാ എന്ന് ചോദിച്ചപ്പോഴാണ് മാഷ് ഇങ്ങനെ ഒരു തീമുണ്ട്, നമുക്കത് ചെയ്യാം. ഈ നോവലായ റാംകോ ആനന്ദിയിലെ മല്ലി എന്ന ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളും പുള്ളിക്കാരി അനുഭവിക്കുന്ന ദുരിതങ്ങളും എല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. മല്ലിയുടെ യഥാർത്ഥ പേരെന്താ? ശരിക്കും എവിടെയാ, ഏതാ സ്കൂള്? ഞാൻ ഭുവൻ ശ്രീഹരി, ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. തിരുവമ്പാടി HSS സ്കൂളിൽ പഠിക്കും. ഈ പെൺവേഷത്തിലെത്തി അവതരിപ്പിച്ചപ്പം ഇപ്പം സാധാരണഗതിയിൽ എല്ലാവരും ആൺകുട്ടികളെ തന്നെയാണ് എത്തിയത്. ക്യാരക്ടർ വ്യത്യാസം ഉണ്ടെങ്കിലും വേഷത്തിൽ ആൺകുട്ടി പോലെ തന്നെയായിരുന്നു. അപ്പം എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു പെൺവേഷത്തിൽ എത്തിയപ്പോൾ? പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് തോന്നി. എല്ലാവരും നോർമലായിട്ട് കളിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയത്തിൽ വ്യത്യസ്തമായ ഒരു വേഷത്തോടുകൂടി അവതരിപ്പിക്കാമെന്ന് തന്നെ ചിന്തിച്ച് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തത്. ഇദ്ദേഹം CBSE-യിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റേറ്റ് വിന്നറായിരുന്നു. ഈ വർഷമാണ് സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വർഷം വരുമ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയിലേക്ക് എത്തിയത്. ഇതിലേക്ക് എത്തിയിട്ട് എൻ്റെ ഫ്രണ്ടായ ജോമറ്റ് അറക്കിലുമായിട്ട് ഡിസ്കസ് ചെയ്ത് പുള്ളി ലിറിക്സ് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ലിറിക്സ് ഉൾപ്പെടെ ഞങ്ങൾ ഫുള്ള് കൊറിയോഗ്രാഫി ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സിറ്റുവേഷൻ അങ്ങനെ ഇത് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളൊരു ഇതിലും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ അവരെ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഒട്ടും മോശമാക്കരുത്, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, ഒട്ടും മോശമാക്കരുത് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ 5 മിനിറ്റിൽ കൊള്ളിക്കണ്ടേ, വലിയൊരു നോവലല്ലേ. അപ്പം എന്തൊക്കെ ഒഴിവാക്കും, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു. 5 മിനിറ്റിൽ നിർത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ ആ ടാസ്ക് എല്ലാം മറികടന്ന് ഞാനും ജോമറ്റും കൂടെ അത് അവസാനം സെറ്റ് ചെയ്തു. അത് ആലപ്പുഴ സ്വദേശിയായ ഭുവൻ ശ്രീഹരിയിൽ എത്തിച്ചു. അത് പുള്ളിക്കാരൻ വളരെ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഇദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തായ ഡോക്ടർ മഹേഷ് പിള്ളയുടെ ഡയറക്റ്റ് സ്റ്റുഡൻ്റാണ്. പുള്ളിയാണ് എന്നെ ഇന്നൊരു വ്യത്യസ്തമായൊരു ഫോക്ക് നോക്കണം ഭുവന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഈ മുടിയെല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ആയോ? ഇല്ല, ഡിസ്റ്റർബ് ആയില്ല. നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു തീം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പം എല്ലാം ഭംഗിയായിട്ട് നടന്നു. അല്ല, ഡ്രസ്സ് ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇട്ടിട്ടില്ല. അപ്പം നോർമൽ പാവാട ഇടുമ്പോൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഇത് മൈൻഡിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചു. വിട്ടപ്പം മൊത്തം ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു വീഴുമായിരുന്നു. കാരണം പാവാട ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. എന്നാലും പക്ഷേ ഇന്നലെ ഒരു വട്ടം അങ്ങനെ കളിച്ചത് കൊണ്ട് ഭാഗ്യമായി. ഞാൻ അഡ്വക്കേറ്റ് സോനു ശ്രീകുമാറാണ്. ഞാൻ അഭിഭാഷകനാണ്. അതിൻ്റെ കൂടെ ഡാൻസുകൾ ക്ലാസിക്കലും ഫോക്കും ഒക്കെ കൊറിയോഗ്രാഫി ചെയ്യും, പുതിയ ഐറ്റംസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനും കലോത്സവത്തിലൂടെ തന്നെ വന്ന ആളാണ്. അപ്പോൾ എന്തായാലും മല്ലിയായി എത്തി എല്ലാവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് ഭുവൻ ശ്രീഹരി. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.